ജീവൻ പേടിച്ച് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഖത്തർ വിമാനം ഉപേക്ഷിച്ചു എന്ന ഒരു സംഭവമാണ് ഇപ്പോൾ പ്രാധാന്യമായി ചർച്ച ചെയ്യപ്പെടുന്നത്. സംഭവം നടക്കുന്നത് നാറ്റോ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഭയന്ന് വിറച്ച ട്രംപ് ഖത്തർ വിമാനം ഉപേക്ഷിച്ചു എന്നുള്ളതാണ് ചില മീഡിയകളുടെ ഹെഡിങ് ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. നാറ്റോ സഖ്യം 32 രാജ്യങ്ങളുള്ള ഏകോപന സംവിധാനമാണ് നാറ്റോ സഖ്യം എന്ന് പറയുന്നത്. അതിൻ്റെ സമ്മേളനമാണ് തുർക്കിയുടെ തലസ്ഥാനമായിരിക്കുന്ന അങ്കാറയിൽ 7-8 തീയതിയിൽ ഇന്നലെയും മെനാന്നുമായിട്ട് നടന്നത്. ഈ പരിപാടിയിലേക്ക് രാഷ്ട്രതലവന്മാരും സർക്കാർ മേധാവികളും യൂറോപ്യൻ യൂണിയൻ്റെ പ്രതിനിധികളെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. ട്രംപ് ജൂലൈ 7 തീയതി തന്നെ എത്തിയിട്ടുണ്ട്. ഉദ്ഘാടന സമ്മേളനത്തിനും ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ മൂപ്പര് സജീവ സാന്നിധ്യമായിരുന്നു. 8 തീയതി മടങ്ങുന്ന സമയത്ത് വിമാനം ഉപേക്ഷിച്ചു. ഈ വന്നത് ഈ ഖത്തർ കൊടുത്തിരിക്കുന്ന വിമാനത്തിലാണ്. എന്നാൽ മടക്കം അത്ര സുരക്ഷിതമല്ലേ എന്ന് അയാൾക്കൊരു സംശയം. അതല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ഈ മടക്കവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. 8 തീയതിയുള്ള മടക്കത്തിൽ അതോടനുബന്ധിച്ച് ഇവിടെ നടന്നിരിക്കുന്ന രാഷ്ട്രീയ സ്ഥിതിക്ക് വലിയ മാറ്റം വന്നു. ഹോർമുസ് കടൽ ആക്രമിക്കപ്പെട്ടു. ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ കപ്പൽ ആക്രമിക്കപ്പെട്ടു. അപ്പോൾ അതോട് കൂടിയിട്ട് മറ്റു തരത്തിലേക്ക് ഈ കാര്യങ്ങൾ നീങ്ങിയാണ്. ഇറാൻ ആക്രമിച്ചത് 3 കപ്പലാണ്. 3 കപ്പൽ ആക്രമിച്ചു എന്ന് വെച്ചാൽ 2 കപ്പൽ നിശേഷം തകർന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഏത് മിസൈലാണ് ഉപയോഗിച്ചത്, ഏത് സംവിധാനത്തോടു കൂടിയാണ് ആക്രമണം നടത്തിയത് എന്നതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ട്രംപ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അതിന് നിർദ്ദേശ കാര്യങ്ങൾ നൽകി. അവരിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് തൻ്റെ സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ ഏറ്റവും വലിയ ശത്രു ഞാനാണെന്ന് പല പ്രാവശ്യം അമേരിക്കയുടെ പ്രസിഡന്റ് പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആവുന്ന സമയത്ത് തൻ്റെ നേരെ വരുമോ എന്നൊരു ഭയം യഥാർത്ഥത്തിൽ ട്രംപിനുണ്ടായിരുന്നു. US-ഉം ഇറാനും തമ്മിൽ യുദ്ധം പിന്നീട് കൊടുമ്പിരി കൊണ്ടു. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആക്രമ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. 80 തവണയേറ്റം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അമേരിക്ക പറഞ്ഞു. 85 തവണ ആക്രമിച്ചിട്ടുണ്ട് എന്ന് ഇറാനും പറഞ്ഞു. അപ്പോൾ വലിയ രീതിയിലുള്ള യുദ്ധ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഗൾഫ് രാജ്യത്തേക്ക് വലിയ രീതിയിലുള്ള ആക്രമണം ആരംഭിച്ചതോടുകൂടി ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭയപ്പാടായി. ഇതിനോട് അനുബന്ധിച്ച് തന്നെ അമേരിക്കയുടെ ഒരു സൈനികൻ കൊല്ലപ്പെട്ടു, 6 പേർക്ക് പരിക്കേറ്റു എന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ട് സ്ഥിരീകരിച്ചിട്ടുള്ള റിപ്പോർട്ട് അല്ലെങ്കിൽ പോലും. അപ്പോൾ ഈ ബഹ്റൈനിലുള്ള 5ാം കപ്പൽ പടയുടെ സിംഹഭാഗവും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഏകദേശം നല്ലൊരു ശതമാനം ഭാഗത്ത് തീ പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. തീപിടുത്തം ഇപ്പോഴും അടച്ചിട്ടില്ല എന്നുള്ളതാണ്. തീ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഭാഗത്തേക്കൊക്കെ റിപ്പോർട്ടർമാർ, പത്രക്കാർ, മീഡിയക്കാർക്കൊന്നും പ്രവേശനമില്ലാതെ അടക്കപ്പെട്ടു, പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാതെ അടക്കപ്പെട്ടു വളഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പല സൈനികരെയും മാറ്റി താമസിപ്പിച്ചിട്ട് എന്ന റിപ്പോർട്ടൊക്കെ വന്നു. ഇതെല്ലാം നടക്കുന്നത് 8 തീയതിയാണ്. ഖത്തർ വിമാനം ഉപേക്ഷിച്ച് ട്രംപ് മറ്റു വിമാനയാത്ര നടത്തിയത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തോട് കൂടിയിട്ടാണ് പിന്നീട് റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത്. അപ്പോൾ ആദ്യം ഇത് രഹസ്യമാക്കി വെച്ചിരുന്നു. രഹസ്യയാത്രയാണ് നടത്തിയത്. ഖത്തർ വിമാനം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റ് വിമാനത്തിൽ, അമേരിക്കയുടെ വേറെ വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് രഹസ്യമാക്കി വെക്കുകയും പക്ഷേ അത് പിന്നീട് പുറത്താവുകയും ചെയ്തു. പുറത്താവുക എന്ന് പറഞ്ഞാൽ ട്രംപ് കയറിയിട്ട് മറ്റ് വിമാനത്തിൽ യാത്ര ചെയ്തതിന് ശേഷം വന്നിരിക്കുന്ന ഖത്തറിൻ്റെ വിമാനം മേഖലയിൽ അങ്കാറ എയർപോർട്ടിൽ കാണപ്പെട്ടു എന്നതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് സംശയം വന്നത്. അപ്പോൾ ചോദിച്ചാണ് ട്രംപ് പോയിട്ടില്ല എന്നുള്ളത്. ട്രംപ് പോയിട്ടുണ്ട്. ട്രംപ് മറ്റൊരു മീറ്റിങ്ങിൽ പരിപാടിയിൽ പങ്കെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ ചാനലിലൊക്കെ വരികയും ചെയ്തു. അപ്പോൾ വിമാനം ഇവിടെ ഉണ്ടല്ലോ, അത് എങ്ങനെ വന്നു എന്ന് പറഞ്ഞ സമയത്ത് അതിലൊരു സന്ദേഹങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് പറയുന്ന കാര്യം. പിന്നീട് ഇങ്ങനെയാണ്, ഖത്തറിൻ്റെ വിമാനത്തിന് വേണ്ടത്ര സുരക്ഷ പോരാ എന്നാണ് റിപ്പോർട്ട്. ആ റിപ്പോർട്ടിന് തുടർച്ചയായിട്ട് പറയുന്നത് ട്രംപ് തുർക്കിയിലെ നാറ്റോ സമ്മേളനത്തിലേക്ക് ഖത്തർ വിമാനത്തിലാണ് എത്തിയത്. ഖത്തർ അമേരിക്കക്ക് സമ്മാനിച്ച വിമാനത്തിൽ ബോയിങ് 747 വിമാനത്തിലാണ് എത്തിയത്. എന്നാൽ മടങ്ങിപ്പോകുന്നതുമായി ബന്ധപ്പെട്ട് അത് ഉപേക്ഷിക്കാൻ പ്രധാനമായിരിക്കുന്ന കാരണം എന്ന് പറയുന്നത് ഖത്തർ നൽകിയ വിമാനത്തിന് വേണ്ടത്ര സുരക്ഷിതമില്ല എന്നുള്ളതാണ്. അത് ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യം, ഖത്തർ നൽകിയ വിമാനം വേറെ റൂട്ടിലൂടെ ബ്രിട്ടനിലെ ഒരു അമേരിക്കൻ സൈനിക താവളത്തിലേക്കാണ് പോയത്. അമേരിക്കയുടെ ഈ സൈനിക താവളത്തിലെ സൈനികർക്ക് പുതിയ വിമാനം കാണാൻ അവസരം നൽകിയാണ് താൻ ചെയ്തത്. അങ്ങനെയാണ് അത് ചേഞ്ച് ആക്കിയത് എന്നുള്ളതാണ് പിന്നീട് പറഞ്ഞത്. സുരക്ഷാ വിദഗ്ധർ പറയുന്നത് എങ്ങനെയാണ്, മിസൈൽ പ്രതിരോധ സുരക്ഷാ സംവിധാനങ്ങൾ, ആശയവിനിമയ സംവിധാനങ്ങളൊന്നും ഖത്തറിൻ്റെ ഈ വിമാനത്തിലില്ല. ഇറാനുമായി വലിയ രീതിയിൽ രൂക്ഷമായിരിക്കുന്ന യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ ഖത്തർ വിമാനം എത്രത്തോളം സുരക്ഷിതമാണ് എന്ന് പറയാനും സാധിക്കുകയില്ല.
അപ്പോൾ അഥവാ ഇറാന്റെ ആകാശ മിസൈലിൻ്റെ സംവിധാന രഹസ്യങ്ങൾ കൃത്യമായി അറിയുന്നില്ല എന്നതിനാൽ എങ്ങനെയാണ് ധൈര്യപൂർവ്വം ആകാശത്ത് പറക്കാൻ വേണ്ടി സാധിക്കുക? അപ്പോൾ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇതിൻ്റെ ഇടയിൽ തന്നെ ഗൾഫ് രാജ്യം സന്ദർശിച്ച സമയത്ത് 2 വിമാനം സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരുന്നു. അത് ഉക്രൈൻ്റെ യുദ്ധമൊക്കെ രൂക്ഷമായിരിക്കുന്ന സമയത്താണ് വിമാനവും സുരക്ഷാ വിമാനങ്ങളും. അങ്ങനെയാണ് ആകാശയാത്ര തന്നെ നടത്തിയത്. കാര്യം ഏതെങ്കിലും തരത്തിൽ ആക്രമണം ഉണ്ടാകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് വലിയ നിരീക്ഷണ സംവിധാനത്തോടു കൂടിയും സുരക്ഷയോട് കൂടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് ചുരുക്കം. അപ്പോൾ സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നു. വലിയ രീതിയിലുള്ള യുദ്ധം ഇറാനുമായിട്ട് നടക്കുന്നുണ്ട്. ഇറാൻ തന്നെ ലക്ഷ്യമാക്കുമെന്ന് ഭയപ്പെടുന്നുണ്ട്. താൻ തന്നെ 3-3 തവണ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടാണ്. ഇലക്ഷൻ പ്രചരണത്തോടനുബന്ധിച്ച് തലക്കാണ് വെടിവെച്ചത്. ചെവിക്ക് വെടികൊണ്ട് അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്. അതിനുശേഷം 2 തവണയെങ്കിലും ആയുധധാരികൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മേശക്കടുത്തോ അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ചേർന്നോ എത്തപ്പെട്ടിട്ടുണ്ട്. പിന്നീട് സുരക്ഷാ സംവിധാനങ്ങളൊക്കെ കണ്ടെത്തി അവരെ പിടികൂടാൻ വേണ്ടി സാധിച്ചത് കൊണ്ടാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ ഒരു തന്നെ വധിക്കാൻ വേണ്ടിയിട്ട് വ്യത്യസ്തമായിരിക്കുന്ന മേഖലയിലെ ശ്രമം നടത്തുന്നുണ്ട് എന്ന് തനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ചുരുക്കം. അതാണ് അതിൻ്റെ ഒരു വശം. രണ്ടാമത്തെ വശം എന്ന് പറഞ്ഞാൽ ഖത്തറും സൗദി അറേബ്യ അടക്കമുള്ള മുസ്ലിം രാജ്യങ്ങളെ അത്ര വേണ്ട വിധത്തിലൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ഒരു റിപ്പോർട്ടും അതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു. അതും സ്ഥിരീകരണ റിപ്പോർട്ടല്ല. അതിന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഖത്തറിൽ ഇപ്പോൾ അങ്കാറയിൽ ആ വിമാനം ഇറങ്ങിയതിന് ശേഷം പിന്നീട് ഈ വിമാനവുമായിട്ട് ബന്ധപ്പെട്ട സുരക്ഷാ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും മറ്റേതെങ്കിലും സംവിധാന കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അപകടാവസ്ഥയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അതിൽ വെച്ചിട്ടുണ്ടോ എന്ന് ഒരു സംശയം. വെക്കാനൊരിക്കലും ഈ വിമാനത്തിൻ്റെ ഏരിയയിലേക്ക് പോലും വരാൻ വേണ്ടി സാധിക്കില്ല എന്നൊരു മറ്റൊരു വിഷയം. പക്ഷേ ഇറാൻ്റെ പ്രസിഡന്റ് ഇറാൻ്റെ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടും അതിൽ വരുന്നുണ്ട്. സുരക്ഷാ സംവിധാനമൊക്കെ കൃത്യമായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ 3 ഹെലികോപ്റ്ററാണ് അന്ന് അസർബൈജാനിൽ നിന്ന് ഇറാനിലേക്ക് പുറപ്പെട്ടത്. മധ്യത്തിലാണ് യഥാർത്ഥത്തിൽ ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി പോകേണ്ടത്. എന്തോ അദ്ദേഹം പിറകിലായിപ്പോയി എന്ന് പറയുന്നു. അതിനെക്കുറിച്ചൊന്നും വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. പ്രിഗോഷിൻ്റെ ഒരു പേഴ്സണൽ ട്രൂപ്പ് ഉണ്ടായിരുന്നു ഈ പുട്ടിന്. ആ പുട്ടിൻ്റെ ആ സമയത്തൊക്കെ വലിയ രൂക്ഷമായിരിക്കുന്ന യുദ്ധം നടക്കുന്നു. ഈ പ്രിഗോഷിൻ്റെ ഈ ട്രൂപ്പാണ് യഥാർത്ഥത്തിൽ ഉക്രൈനെതിരെയുള്ള യുദ്ധത്തിൻ്റെ മുന്നണി പോരാളിയായി ആദ്യഘട്ടത്തിൽ നിന്നത്. പിന്നെ യുദ്ധം രൂക്ഷമായിരുന്ന സമയത്തൊക്കെ അവർ തന്നെയാണ് അതിന് നേതൃത്വം നൽകിയത് എന്ന തരത്തിലായിരുന്നു. റഷ്യയുടെ സൈനികർ അവർക്ക് പിറകിലായിരുന്നു. മുമ്പിൽ മരിക്കാൻ വേണ്ടി അവരും പിറകിൽ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ കുറച്ചങ്ങോട്ട് കഴിഞ്ഞ സമയത്ത് പിന്നീട് സൈനികരും ഇവർ തമ്മിൽ വലിയ വിഷയം ഉണ്ടായി. കാര്യം എന്ന് പറഞ്ഞാൽ സൈനികർക്ക് നൽകുന്ന തരത്തിലുള്ള ആയുധങ്ങളൊന്നും ഈ പ്രകോഷൻ വിഭാഗത്തിന് വാഗ്നർ ഗ്രൂപ്പിന് നൽകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിഷയമുണ്ടായി. ഇപ്പോൾ അങ്ങനെ അവർ ഉടക്കി പിരിഞ്ഞു. ഈ പ്രകോഷൻ്റെ സൈന്യത്തെ അവരങ്ങോട്ട് പിൻവലിപ്പിച്ചതിന് ശേഷം പിന്നീട് റഷ്യയുടെ സൈന്യത്തിനെതിരെ ഇവർ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. മോസ്കോയിലേക്ക് യാത്ര ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടായി. അതായത് മോസ്കോ രാജ്യം റഷ്യ എന്ന് പറഞ്ഞ രാജ്യങ്ങൾ പിടിച്ചെടുക്കാൻ പോവുകയാണെങ്കിൽ മോസ്കോ ആണ് ആദ്യം തന്നെ പിടിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. വലിയ പ്രശ്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മറ്റേതോ രാജ്യങ്ങളൊക്കെ ഇടപെട്ടുകൊണ്ടാണ് ആ പ്രശ്നത്തിലൊക്കെ പരിഹാരമുണ്ടാക്കിയത്. പിന്നീട് അവരെ റഷ്യയിൽ നിന്ന് മാറ്റി കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു വെടിനിർത്തൽ കരാർ പോലെ പ്രകോഷനും പുട്ടിനും തമ്മിൽ ചർച്ച ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. പ്രകോഷിനെയും 7 ആൾക്കാരെയും ഇങ്ങോട്ട് വിളിപ്പിച്ചു, മോസ്കോയിലേക്ക് വിളിപ്പിച്ചു. ചർച്ചാ കാര്യങ്ങളൊക്കെ നടന്നു. സമാധാനമായിട്ടൊക്കെ പിരിഞ്ഞു. തിരിച്ചു കഴിഞ്ഞവർ പോകുന്ന സമയത്ത് ഈ വിമാനം അപകടത്തിൽ തകർക്കപ്പെട്ടു. 7 പേര് മരിച്ചു. അത് ഇവിടുന്ന് മിസൈൽ പായിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയത് എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് അന്ന് ആരോപിച്ചു. ജോ ബൈഡനാണ് പ്രസിഡന്റ് എന്നാണ് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം അങ്ങനെ തന്നെ അല്ല, ഇങ്ങനെയും കൂടി പറഞ്ഞു. ഇത്രയും കാലം അയാൾ ജീവിച്ചതിലാണ് എനിക്ക് അത്ഭുതം. ഏത് പ്രകോഷൻ എന്ന് പറഞ്ഞ ആൾ ഇതിനു മുമ്പ് തന്നെ അടിച്ചു പോകേണ്ടതായിരുന്നു എന്നുള്ളത്. കാരണം ഈ പുട്ടിനുമായിട്ടാണല്ലോ ഏറ്റുമുട്ടിയത് എന്ന തരത്തിൽ. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ വർത്തമാന രാഷ്ട്രീയത്തിൽ ഇത്തരം സംഭവങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്ത് ഇപ്പോൾ എങ്ങനെയാണ് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഖത്തർ നൽകിയ വിമാനമാണ് അത് ശരിയെങ്കിൽ പോലും അതിലെങ്ങനെയാണ് യാത്ര ചെയ്യുക എന്ന് ട്രംപ് ചോദിക്കപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. ഏതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ധൈര്യം ചോർന്നു, ഭയപ്പാടുണ്ടായി. ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് താൻ വന്ന വിമാനം വേണ്ട എന്ന് തീരുമാനിച്ചു. അങ്ങനെ മറ്റൊരു അമേരിക്കൻ വിമാനത്തിലാണ് ലക്ഷ്യത്തിലേക്ക് പോയത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇപ്പോൾ ഉണ്ടാകുന്ന ജീവഭയവുമായിട്ട് ബന്ധപ്പെട്ട ആശങ്ക, അതാണ് ഇപ്പോൾ ലോകം വളരെ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യുന്നത് എന്ന് ചുരുക്കം.